ഇനി അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും ആണവ മിസൈൽ ഭീകര ഭീഷണി എന്നൊന്ന് ഉണ്ടാവരുത്. അത്തരമൊരു ഭീഷണി ഇറാൻ ഉയർത്തരുത്. അമേരിക്ക പിന്തുണച്ച് ഇസ്രയേലും ഇറാനെതിരെ രംഗത്ത്. ഇക്കാര്യത്തിൽ നെതന്യാഹുവും ട്രംപും ഒറ്റക്കെട്ടാണ്. അവർ എതിർത്ത് നിൽക്കുന്നത് ഇറാന്റെ ആണവ ഭീഷണിയാണ്. ഇറാൻ ഹോർമൂസ് തുറക്കുകയും US ഇസ്രയേൽ മേഖലയിലെ മറ്റു രാജ്യങ്ങൾ ഇവയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കും എന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. ഈ തീരുമാനത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസും പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാൻ ഭീകര ഭീഷണി ഉയർത്തരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ US ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കൊപ്പമാണ് ഇസ്രയേൽ. ചർച്ചകളിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് US-നെ അറിയിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ ഇനിമേൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും ആണവ മിസൈൽ ഭീകര ഭീഷണി ഉയർത്താതിരിക്കാൻ US-നൊപ്പം ഞങ്ങളും നിൽക്കുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. എന്തായാലും 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ലെബനൻ ഉൾക്കൊള്ളുന്നില്ല എന്നുമാണ് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതാണ് പാകിസ്ഥാൻ ഒരു അടിയായിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്തുണ അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരുമ്പോൾ 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെടില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇസ്രയേലിന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണത്തിലാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ US വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പാടെ തള്ളുന്ന നിലപാടാണ് നെതന്യാഹുവിന്റേത്. ലെബനനിലെ അടക്കം വെടിനിർത്തൽ കരാർ ഉടനടി പ്രാബല്യത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഷെരീഫ് പറഞ്ഞത്. അതേസമയം ഇറാൻ US-ന് മുന്നിൽ വെച്ച ഉപാധികളിൽ ലെബനനിലെ ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ 1530ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ മുഖേന നടത്തുന്ന സമാധാന ചർച്ചകളെ അട്ടിമറിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കമാണിത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ 10 സമാധാന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ അമേരിക്ക ഇറാനൊപ്പം തയ്യാറായതോടെ ഇസ്രയേൽ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് വരുത്തി തീർത്ത് വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളും ഇസ്രയേലിനെതിരെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തലെന്നും ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ ട്രംപ് ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇറാനുമായി ധാരണയിലെത്താൻ ശ്രമിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കാൻ ഇറാൻ സമ്മതിക്കുന്നതിനെ ആശ്രയിച്ചാണ് വെടിനിർത്തൽ പൂർണ്ണമായും നിലവിൽ വരിക എന്നും ട്രംപ് പറയുന്നു. സൈനിക ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചിരിക്കുന്നു. ഇറാനുമായുള്ള ദീർഘകാല സമാധാന കരാറിലേക്കും മധ്യപൂർവേഷ്യയിലെ സമാധാനത്തിലേക്കും നാം വളരെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇറാനിൽ നിന്ന് 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രമേയം ലഭിച്ചിട്ടുണ്ട്. ഇത് ചർച്ചകൾക്കുള്ള പ്രായോഗിക അടിസ്ഥാനമാകുമെന്നാണ് വിശ്വാസം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് നൽകിയ സമയപരിധി ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 വരെയായിരുന്നു. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ മടങ്ങി വരവില്ലാത്ത വിധം ഇറാനെ അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. തുടർന്ന് സമാധാന ആഹ്വാനവുമായി ഐക്യരാഷ്ട്ര സംഘടനയും ലിയോ മാർപ്പാപ്പയും അടക്കം രംഗത്തെത്തി. 6ാം ആഴ്ചയിലേക്ക് കടന്ന യുദ്ധം അതിവേഗം വ്യാപിച്ചതോടെ ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ലോകമാകെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ് എന്ന പ്രതീതി ഉണ്ടായതിന് പിന്നാലെയാണ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയതും ഈ ഒരു നിലപാടുകളിലേക്ക് എത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.